ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പെൻപാൽ വിത്തിമയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇത് എനിക്കൊരു കുട്ടി പെൻപാൾ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ ലെറ്ററാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഏത് തീമിൽ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് ഇങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ലെറ്റർ കിട്ടിയത് ഡിസംബറിലാണല്ലോ, അതുപോലെ നമ്മൾ ലെറ്റർ തിരിച്ച് അയക്കുന്നതും ഡിസംബറിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡിസംബർ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക ക്രിസ്തുമസ് ആണല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു തീമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ആ കുട്ടിക്ക് അയച്ച പെൻപാളിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പെൻപാളിന് വേണ്ടിയിട്ടുള്ള എൻവലപ്പ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ക്രിസ്മസ് തീമിൽ എങ്ങനെ പെൻപാൾ എൻവലപ്പ് ചെയ്യാമെന്നുള്ള. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് ലെറ്റർ എഴുതുമായിരുന്നു കേട്ടോ. ലെറ്റർ ഞാൻ ആ കുട്ടി അയച്ച ലെറ്ററിന് റിപ്ലൈ ലെറ്റർ ആയിട്ട് ഓൾറെഡി എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് അതിലേക്കുള്ള എക്സ്ട്രാസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവർ ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് തീമിൽ തന്നെ വരുന്ന പാറ്റേൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പറാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ DIY ആയിട്ടൊരു കവർ ഉണ്ടാക്കി എടുക്കുകയാണ്. പിന്നെ നമുക്ക് പെൻപാളിൽ എക്സ്ട്രാസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും അയക്കാം. അപ്പോൾ പെൻപാളിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടാൽ എങ്ങനെ പെൻപാൾ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എക്സ്ട്രാസിന് വേണ്ടിയിട്ട് അധികം സ്റ്റിക്കേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു ഫോൾ, അതുപോലെ ഓട്ടം, കോസി, ആ ഒരു കൈൻഡ് ഓഫ് തീം വരുന്ന സ്റ്റിക്കേഴ്സ്, പിന്നെ അതുപോലെ കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ്, പിന്നെ കുറച്ച് ക്രിസ്മസ് തീമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് തീമിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആയിരുന്നു, ഈ ഓട്ടം അതുപോലെ കോസി ആ ഒരു തീമിലൊക്കെ വരുന്ന സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതെല്ലാം ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാനതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ആൾ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. ആളുടെ പ്ലേലിസ്റ്റ് ആയിരുന്നു എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ എന്താ പറയുക, അങ്ങനെ എനിക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാൻ മാത്രത്തിലുള്ള അങ്ങനെ ഫേവറേറ്റ് സോങ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാസിൽ ഞാനൊരു ബട്ടർഫ്ലൈസിൻ്റെ 2 കാർഡ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ യുവർ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്നുള്ള പേജ് അയച്ചു തന്നതായിരുന്നു. അവരുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഒരുപാട് അമേസിങ് ആയിട്ടുള്ള വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക്. പിന്നെ അതുപോലെ ഞാനൊരു വിൻറ്റേജ് പേപ്പർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് നെറ്റ്, പിന്നെ 2-3 വുഡൻ ക്ലിപ്സും, പിന്നെ കുറച്ച് ഡൈ കാർഡ്സും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ചെയ്യുന്നത് വാഷി സാമ്പിൾസ് ആണ്. ആ കുട്ടിക്ക് അവളുടെ കയ്യിലുള്ള കുറച്ച് വാഷി സാമ്പിൾസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വാഷി സാമ്പിൾസ് അയച്ചു കൊടുക്കാതെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഞാൻ എൻ്റെ ഈ പെൻപാളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് തീമിൽ വരുന്ന ഒരു പോസ്റ്റ് കാർഡ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ കൂടെ പെൻപാൾ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.